വ്ളോഗിംഗ് എന്ന വാക്ക് നമുക്കിടയിൽ കേൾക്കാത്തവർ വളരെ കുറവാണ്. ലോകമെമ്പാടും വ്ളോഗിങ്ങിന് ഒരുപാട് ആരാധകരുണ്ട്. നിങ്ങളിൽ പലരും വ്ളോഗുകൾ കാണുന്നവരായിരിക്കും. നിങ്ങളിൽ ചിലരെങ്കിലും വ്ളോഗുകൾ ചെയ്യുന്നവരായിരിക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് ലോകത്ത് വ്ളോഗിങ്ങിന് ഇത്രയധികം ഫാൻസ് ഉണ്ടായത്. ഇൻ്റർനെറ്റ് ആക്സസും സ്മാർട്ട് ഫോൺസും എല്ലാവരുടെ കയ്യിൽ വന്നതോടുകൂടി നമ്മുടെ നാട്ടിലും വ്ളോഗുകൾ ചെയ്യാനും അത് കാണാനും ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് പേർക്ക് വ്ളോഗുകൾ കാണുന്നതിലൂടെ സന്തോഷം കിട്ടുന്നു. അവരത് ആസ്വദിക്കുന്നു. ഒരുപാട് പേർക്ക് വ്ളോഗുകൾ നല്ലൊരു വരുമാന മാർഗമാണ്. ഒരുപാട് പേർക്ക് സന്തോഷം കിട്ടുന്ന, ഒരുപാട് പേർക്ക് വരുമാനം കിട്ടുന്ന വ്ളോഗ് എങ്ങനെയാണ് ഒരു അപകടമാവുന്നത്? ചിലർ പറയുന്നു വ്ളോഗുകൾ ഒരു അപകടമാണെന്ന്. അതിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ടെന്ന്. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയട്ടെ. നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് എൻ്റെ അഭിപ്രായമല്ല, മറ്റു ചിലരുടെയാണ്. ചിലരെന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. സാധാരണ ആൾക്കാരുണ്ട്, വ്ളോഗുകൾ കാണുന്ന ആൾക്കാരുണ്ട്, വ്ളോഗുകൾ കണ്ടിട്ട് നിർത്തിയ ആൾക്കാരുണ്ട്, വ്ളോഗുകൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഇന്ത്യയിലുള്ള ആൾക്കാരുണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ പല ആൾക്കാരുടെ അഭിപ്രായങ്ങൾ, കാഴ്ചപ്പാടുകൾ, അറിവുകൾ ഇവയെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ ചാനൽ സ്ഥിരമായി കാണുന്നവർക്കറിയാം. പുതുതായി കാണുന്നവരത് പറയട്ടെ, ഈ ചാനലിൻ്റെ ഉദ്ദേശം തന്നെ ഇതാണ്. വ്യത്യസ്തമായ വിഷയങ്ങൾ, കാഴ്ചപ്പാടുകൾ, അറിവുകൾ ഇവ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക. അത്തരത്തിൽ ഒരു സംഘം ആൾക്കാരുടെ അറിവുകളും കാഴ്ചപ്പാടുകളുമാണ് നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഇവരുടെ അഭിപ്രായത്തിൽ വ്ളോഗുകൾ ഒരു അപകടമാണ്. പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ വ്ളോഗ് മോശമാണെന്ന് പറയാൻ സാധിക്കില്ല. വ്ളോഗ് നല്ലതാണെന്നും പറയാൻ സാധിക്കില്ല. അത് ഉപയോഗിക്കുന്ന ആളെ ആശ്രയിച്ചിരിക്കും. ഇത് സത്യത്തിൽ കത്തി ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. കത്തി ഉപയോഗിക്കുന്ന ആൾക്ക് ആവശ്യത്തിന് ബുദ്ധി, ബോധം, പക്വത ഇത് മൂന്നുമുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല. അയാൾ ആ കത്തി മര്യാദയ്ക്ക് ഉപയോഗിക്കും. പക്ഷേ കത്തി ഉപയോഗിക്കുന്ന ആൾക്ക് ആവശ്യത്തിന് ബുദ്ധി, ബോധം, പക്വത ഇത് മൂന്നും ഇല്ലെങ്കിൽ അത് ഡേഞ്ചറാണ്, അപകടമാണ്. അയാൾക്കും ഡേഞ്ചറാണ്, അയാളുടെ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാർക്കും അപകടമാണ്. ശരിയല്ലേ? ഇതുപോലെ തന്നെയാണ് വ്ളോഗിങ്ങും. ആവശ്യത്തിന് ബുദ്ധി, ബോധം, പക്വത ഇത് മൂന്നുമുണ്ടെങ്കിൽ വ്ളോഗ് കണ്ടാലും കുഴപ്പമില്ല, വ്ളോഗ് ചെയ്താലും കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം അതിന് ഡേഞ്ചറുണ്ട്. ഇതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. വ്ളോഗ് നല്ലതുമല്ല, വ്ളോഗ് മോശവുമല്ല. കാണുന്നവരുടെയും ചെയ്യുന്നവരുടെയും കയ്യിലാണത്. പക്ഷെ മറ്റു ചിലരുടെ ഒപ്പീനിയൻ അങ്ങനെയല്ല. അവരുടെ അഭിപ്രായത്തിൽ വ്ളോഗ് അപകടമാണ്, അതിന് ഡേഞ്ചേഴ്സ് ഉണ്ട്. അവരങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വ്ളോഗ് കാണുന്നത് അപകടമാണെന്ന് പറയുന്ന ആൾക്കാർ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണ്. വ്ളോഗ് കണ്ടാൽ നിങ്ങളുടെ മാനസികാരോഗ്യം ഇല്ലാണ്ടാകും അത്രേ. ചില കേസിൽ വ്ളോഗുകൾക്ക് ഒരാളുടെ ഫിസിക്കൽ ഹെൽത്തിനെ നശിപ്പിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. അത് നമുക്ക് അവസരം നോക്കാം. എന്തുകൊണ്ടാണ് വ്ളോഗ് കണ്ടാൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഇല്ലാതാവുമെന്ന് പറയുന്നത്? പ്രശ്നം എന്തെന്ന് വെച്ചാൽ നിരവധി ആൾക്കാർ, എല്ലാവരുമല്ല പക്ഷെ പല ആൾക്കാരും വ്ളോഗ് കണ്ടു കഴിയുമ്പോൾ അവരുടെ സ്വന്തം ജീവിതത്തെ വ്ളോഗിലുള്ള വ്യക്തിയുടെ ജീവിതമായി കമ്പയർ ചെയ്യുന്നു എന്നതാണ്. നമുക്കറിയാം കമ്പയർ ചെയ്യുന്നത് ഒരു നല്ല സ്വഭാവമേ അല്ല. താരതമ്യം ചെയ്യുക എന്നത് ഒരു നല്ല സ്വഭാവമേ അല്ല. ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. വിഷമവും സ്ട്രെസ്സും ടെൻഷനും അല്ലാതെ ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. കമ്പയർ ചെയ്യുക എന്നത് മനുഷ്യൻ്റെ പഴയ സ്വഭാവമാണ്. ഇതൊരു പുതിയ സ്വഭാവമല്ല. നമ്മളെല്ലാവരും കുട്ടിക്കാലം മുതലേ ഇത് ഫേസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടിയുമായി നമ്മളെ കമ്പയർ ചെയ്യും, കൂടെയുള്ള ആൾക്കാരുമായി നമ്മളെ കമ്പയർ ചെയ്യും, അയൽക്കാരുമായി കമ്പയർ ചെയ്യും. ജോലിക്ക് പോകുമ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെയുള്ള ആൾക്കാരുമായി കമ്പയർ ചെയ്യും. ഒന്നെങ്കിൽ നമ്മൾ സ്വയം കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുമുള്ളവർ നമ്മളെ കമ്പയർ ചെയ്യും. താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളും താരതമ്യം എന്ന ഈ പ്രശ്നത്തിൽ പെട്ടുപോകുന്നു. ഇതിൽ നിന്ന് ഇന്നേ വരെ ആർക്കും ഒരു ഗുണമുണ്ടായിട്ടില്ല. വിഷമമുണ്ടായിട്ടുണ്ട്, വേദനയുണ്ടായിട്ടുണ്ട്, സ്ട്രെസ് ഉണ്ടായിട്ടുണ്ട്, ചില കേസിൽ ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഗുണമുണ്ടായതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. താരതമ്യം ഒരു മോശം സ്വഭാവമാണ്, ഒരു പഴയ സ്വഭാവമാണ്. പക്ഷെ വ്ളോഗുകളുടെ വരവോടെ ഇത് മറ്റൊരു തലത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. ഇതൊരു മറ്റ് ലെവലിലേക്ക് പോയിരിക്കുന്നു. വ്ളോഗ് കാണുന്ന വ്യക്തികൾ എല്ലാവരും അല്ലെങ്കിലും പലരും സ്വന്തം ജീവിതത്തെ വ്ളോഗിലുള്ള വ്യക്തിയുടെ ജീവിതവുമായി കമ്പയർ ചെയ്യുന്നു.
ഒടുവിൽ സ്വയം വിഷമിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താണ് നല്ല കാര്യങ്ങൾ സംഭവിക്കാത്തത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. പക്ഷേ ഇവർ തിരിച്ചറിയുന്നില്ല, വ്ളോഗുകൾ ചെയ്യുന്ന ആൾക്കാർ അവരുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും വീഡിയോയിൽ കാണിക്കില്ല എന്ന്. പ്രശ്നം എന്തെന്ന് വെച്ചാൽ ചില ആൾക്കാരുടെ വീഡിയോസ് നല്ല കാര്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. പല ചാനലുകളും നോക്കൂ, എല്ലാ ചാനലുമല്ല, പക്ഷെ പല ചാനലിലും വീഡിയോസിൻ്റെ സ്റ്റൈൽ എന്താണ്? ഞാനിതാ പുതിയ വീട് വാങ്ങിക്കുന്നു, ഞാനിതാ പുതിയ കാറ് വാങ്ങിക്കുന്നു, എനിക്കൊരു ജോലി കിട്ടി, എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടി, എൻ്റെ കല്യാണം നടക്കാൻ പോകുന്നു, ഞാനിതാ ഒരു വിദേശ ട്രിപ്പിന് പോകുന്നു, എനിക്കൊരു കുട്ടി ജനിച്ചിരിക്കുന്നു. അങ്ങനെ മിക്ക വ്ളോഗുകളുടെയും കണ്ടൻറ്റ് ഇത് തന്നെയാണ്. എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം. ശരിയല്ലേ? ഇത് സ്ഥിരമായി കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നത് എല്ലാവരുടെ ജീവിതത്തിലും നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ മാത്രം മോശം കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇതോർത്ത് പല ആൾക്കാരും വല്ലാതെ വിഷമിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ ചിലപ്പോൾ പ്രയാസം തോന്നുന്നുണ്ടാവാം, പക്ഷെ പല ആൾക്കാരും ഈ ട്രാപ്പിൽ പെട്ടുപോകുന്നു. ഒടുവിൽ പല ആൾക്കാരും ഡിപ്രഷൻ വരെ പോകുന്നുണ്ട്. വ്ളോഗുകൾ കണ്ട് കമ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേറെയും കുഴപ്പങ്ങളുണ്ട്. ഇത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. പല ആൾക്കാരും വ്ളോഗുകൾ കണ്ടതിന് ശേഷം സ്വന്തം വീട്ടുകാരുമായി വഴക്കുണ്ടാക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഈ വ്ളോഗിൽ കാണുന്ന വ്യക്തിയുടെ ജീവിതം പോലെ ആകാത്തത് എന്നാണ് അവർ ചോദിക്കുന്നത്. വളരെ വലിയൊരു തമാശയായി തോന്നിയേക്കാം, പക്ഷേ ഇത് പലരുടെ വീട്ടിലും സംഭവിക്കുന്ന കാര്യമാണ്. പല കുട്ടികളും അവരുടെ അച്ഛനമ്മമാരുമായി വഴക്കിലാണ്. വ്ളോഗിലുള്ള കുട്ടിയുടെ ജീവിതം പോലത്തെ ഒരു ജീവിതം എനിക്ക് വേണമെന്നാണ് അവർ പറയുന്നത്. കുട്ടികൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം പക്വതയില്ല, പക്ഷെ പല മുതിർന്ന ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ട്. പല വീടുകളിലും ഭാര്യ ഭർത്താവുമായി വഴക്കിലാണ്. അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് വ്ളോഗിലുള്ള ഭർത്താവിനെ പോലെ പെരുമാറാൻ അറിയില്ലേ എന്നാണ്. പല വീടുകളിലും ഭർത്താവ് ഭാര്യയുമായി വഴക്കിലാണ്. അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് വ്ളോഗിലുള്ള ഭാര്യയെ പോലെ ജീവിച്ചൂടെ എന്നാണ്. വളരെ സ്ട്രേഞ്ചാണ്, വിചിത്രമാണ്. എങ്ങനെയാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്? ഇവരിതൊന്നും ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല. ഒരിക്കലും രണ്ടുപേരുടെ ജീവിതം ഒരുപോലെ ആവില്ല. നമ്മൾ ജനിച്ച സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വ്യത്യസ്തമാണ്, നമ്മൾ വളർന്ന രീതി വ്യത്യസ്തമാണ്, നമ്മുടെ ജീവിതമേ വ്യത്യസ്തമാണ്. എങ്ങനെയാണ് രണ്ടുപേർ ഒരുപോലെ പെരുമാറുക? പലരിൽ നിന്നും നല്ല സ്വഭാവങ്ങൾ പഠിക്കുന്നത് നല്ല കാര്യമാണ്, നല്ല ശീലങ്ങൾ സ്വന്തമാക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ജീവിതം തന്നെ കോപ്പി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു മണ്ടത്തരമാണ്, വൃത്തികേടാണ്, മാത്രവുമല്ല അസാധ്യമാണ്. നമുക്കൊരിക്കലും മറ്റൊരാളെ പോലെ ജീവിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ പല ആൾക്കാരും വ്ളോഗിലുള്ള പോലത്തെ ഭാര്യയും ഭർത്താവിനെയും കിട്ടാത്തതിൽ വിഷമിക്കുന്നു. കൂടെയുള്ള പാർട്ട്ണറിനെ അവർ ഇങ്ങനെയൊക്കെ പെരുമാറാൻ ഫോഴ്സ് ചെയ്യുന്നു. ഇതെത്ര വലിയ പക്വതയില്ലായ്മയാണ്. വ്ളോഗ് കാണുന്ന പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യം, പല വ്ളോഗുകളും സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ളതാണ്. പല വ്ളോഗിലും സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടാവും. എന്താദ്യം ചെയ്യണം, എന്തടുത്ത് ചെയ്യണം, അവസാനം ചെയ്യണം, നേരത്തെ എല്ലാം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാവും. അതനുസരിച്ചാണ് അവരവരുടെ വീഡിയോ ചെയ്യുക. ഏതാണ്ടൊരു അഭിനയം പോലെ തന്നെ. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല, ഒരുപാട് പേർ അവരുടെ ജീവിതത്തെ അങ്ങനെ കാണിക്കുന്നുണ്ട്, സത്യസന്ധമായി ചെയ്യുന്നുണ്ട്. എന്നാൽ നിരവധി പേർ അവരുടെ വ്ളോഗുകൾ സ്ക്രിപ്റ്റിന് പ്രകാരമാണ് ചെയ്യാറ്. ഫാമിലി വ്ളോഗ് എന്ന് പറയുമ്പോഴും അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇത് മനസ്സിലാക്കാതെയാണ് പല ആൾക്കാരും കാണുന്നത്. അവർ വിചാരിക്കുന്നത് അവരുടെ വീടുകൾ ഇങ്ങനെയാണെന്നാണ്. വ്ളോഗിൽ കാണുന്ന വീട്ടിൽ ഒരു കുഴപ്പവുമില്ല എന്നാണ്. വ്ളോഗിലുള്ള വീട്ടിൽ എപ്പോഴും എല്ലാവരും സന്തോഷിച്ചിരിക്കുന്നതാണ്. ഈ തെറ്റിദ്ധാരണ പല വീടുകളിലും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ലോകമെമ്പാടും മനുഷ്യർ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. വ്ളോഗിനെ ഇഷ്ടമില്ലാത്തവർ പറയുന്ന മറ്റൊരു കാരണം വ്ളോഗുകൾ ഭയങ്കര അഡിക്റ്റീവാണ് എന്നാണ്. അതായത് ഒരിക്കൽ നിങ്ങളൊരു വ്ളോഗ് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തുക എന്നത് വളരെ പ്രയാസമാണത്രേ. ചില കണക്കുകൾ പറയുന്നതും ഇത് തന്നെയാണ്, ചില പഠനങ്ങൾ പറയുന്നതും ഇത് തന്നെയാണ്. ആൽക്കഹോളിനേക്കാളും സിഗരറ്റിനേക്കാളും വ്ളോഗ് കൂടുതൽ അഡിക്റ്റീവാണത്രേ. ഇത് പല പഠനങ്ങളും പറയുന്നു. ചില പഠനങ്ങൾ പറയുന്ന കണക്കുകൾ കേട്ടാൽ പേടിയാകും. ചില പഠനങ്ങൾ പറയുന്നത് സിഗരറ്റിനേക്കാളും ആൽക്കഹോളിനേക്കാളും വ്ളോഗുകൾ 5 ഇരട്ടി അഡിക്റ്റീവാണത്രേ. അതായത് ഒരിക്കൽ നിങ്ങൾ വ്ളോഗ് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. മദ്യപിക്കുന്ന ഒരാൾക്ക് മദ്യം നിർത്തുന്നത് പോലെ, പുകവലിക്കുന്ന ഒരാൾക്ക് സിഗരറ്റ് നിർത്തുന്നത് പോലെ വലിയ പ്രയാസമാണത്. ഇത് വ്ളോഗ് കാണുന്ന പല ആൾക്കാരും സമ്മതിക്കുകയും ചെയ്യുന്നു.
ഒരു സാധാരണ ആൾക്ക് തന്നെ ഇത് ഡേഞ്ചറാണ്. പക്ഷേ ഇതൊരു കൊച്ചു കുട്ടിക്കാണെങ്കിൽ ഇത് വളരെ വലിയൊരു ഇഷ്യൂ ആണ്. നമുക്കറിയാം, കുട്ടികളെ അഡിക്ഷനിൽ നിന്നും ദൂരെ നിർത്തുക എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കുട്ടികൾ വ്ളോഗിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു പ്രശ്നമാണ്. എന്തിനോട് അഡിക്റ്റ് ആവുന്നതല്ല, നിങ്ങളൊരു അഡിക്റ്റ് ആണെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. ലോകം മുഴുവനും പല അച്ഛനമ്മമാരും ഫേസ് ചെയ്യുന്നൊരു പ്രധാന പ്രശ്നം ഇതാണ്. അവരുടെ കുട്ടികളെ വ്ളോഗിനുള്ള അഡിക്ഷനിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം? ഇത്രയും നേരം നമ്മൾ കേട്ടത് വ്ളോഗുകൾ കാണുന്ന ആൾക്കാർ അനുഭവിക്കാൻ സാധ്യതയുള്ള കുഴപ്പങ്ങളാണ്. ഇനി കേൾക്കാൻ പോകുന്നത് വ്ളോഗുകൾ ചെയ്യുന്ന ആൾക്കാർ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ്. വ്ളോഗുകൾ ഇഷ്ടമല്ലാത്തവർ, വ്ളോഗുകൾ ഒരു അപകടമാണെന്ന് വിശ്വസിക്കുന്നവർ പറയുന്നു, വ്ളോഗുകൾ കാണുന്നവർ മാത്രമല്ല, വ്ളോഗുകൾ ചെയ്യുന്ന ആൾക്കാർക്കും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന്. അവർ പറയുന്നത് എന്ത് ചെയ്യാനും ഒരു വില കൊടുക്കേണ്ടി വരും. ചിലയിടത്ത് നമ്മൾ പണമാണ് പകരം കൊടുക്കുന്നത്, ചിലയിടത്ത് നമ്മൾ നമ്മുടെ സമയമാണ് പകരം കൊടുക്കുന്നത്. അതുപോലെ തന്നെ വ്ളോഗുകൾ ചെയ്യുന്ന ആൾക്കാർക്കും പലപ്പോഴും ഓരോ സാഹചര്യത്തിലും ഓരോ കാര്യം വിലയായി കൊടുക്കേണ്ടി വരും. ഉദാഹരണമായി അവർ പറയുന്നത്, ഫുഡ് വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ വിലയായി കൊടുക്കേണ്ടി വരുന്നത് അവരുടെ ആരോഗ്യമാണെന്നാണ്. അവർ പറയുന്നു, സ്ഥിരമായി പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആരുടെ ആരോഗ്യമാണ് മോശമാവാത്തത്? പക്ഷെ ഒരിക്കലും ഫുഡ് വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാർ ഇത് പുറത്ത് പറയില്ല. ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിൽ കുറച്ച് സത്യമുണ്ടെന്ന് തോന്നാറുണ്ട്. കാരണം സ്ഥിരമായി പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ ആരുടെ ആരോഗ്യവും മോശമാവും. അപ്പോൾ സ്ഥിരമായി അതൊരു വീഡിയോയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ ആരോഗ്യം തീർച്ചയായിട്ടും അത്ര നല്ലതായിരിക്കില്ല. അതിനൊരുപാട് ദോഷങ്ങളുണ്ട്. നിങ്ങളൊരു ഫുഡ് വ്ളോഗർ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ആലോചിക്കേണ്ടത് തന്നെയാണ്. ഫാമിലി വ്ളോഗിങ്ങിനും അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളുണ്ടെന്ന് ഇവർ പറയുന്നു. പല ആൾക്കാരും പറയുന്നത് ഫാമിലി വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൈവസി കാണില്ല എന്നുള്ളതാണ്. പല ആൾക്കാരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് വ്ളോഗുകൾ ചെയ്തു തുടങ്ങുന്നത്രേ. നോക്കൂ, ഫാമിലി വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൈവസി കാണില്ല. കാരണം അവരവരുടെ ഫാമിലിയെക്കുറിച്ച് തന്നെയാണ് വ്ളോഗ് ചെയ്യുന്നത്. പലപ്പോഴും ആൾക്കാരൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് എത്ര പേര് കാണുമെന്നോ അല്ലെങ്കിൽ ആരെല്ലാം ഇതിൽ കമൻറ്റ് ചെയ്യുമെന്നോ ആലോചിക്കാറിയില്ല. പലപ്പോഴും പല കമൻറ്റുകളും അവർക്ക് സഹിക്കാൻ പറ്റാറില്ല. ശരിയാണ്, ചില കമൻറ്റുകൾ നിയമപരമായി ശിക്ഷ അർഹിക്കുന്നതായിരിക്കാം. പക്ഷേ എല്ലാ കമൻറ്റുകളും അങ്ങനെ ആയിരിക്കില്ല. നിയമത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ ഒരു കുഴപ്പമില്ലാത്ത കമൻറ്റുകൾ കാണും. പക്ഷെ നിങ്ങൾക്കവ സഹിക്കാനേ സാധിക്കില്ല. ഇത്തരത്തിലുള്ള റിയാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയാതെയാണ് ആൾക്കാർ പലപ്പോഴും ഫാമിലി വ്ളോഗിങ് ചെയ്യുന്നത്. ഇത് പിന്നീട് നിങ്ങൾക്ക് വല്ലാതെ വേദന ഉണ്ടാക്കിയേക്കാം. ചില ആൾക്കാരുടെ കേസിൽ അവർ ചെയ്യുന്നത് ട്രാവൽ വ്ളോഗിങ് ആണ്. അവിടെയും ചില കുഴപ്പങ്ങളുണ്ട്. ആൾക്കാർ പലപ്പോഴും കടം വാങ്ങിച്ചും പലയിടത്തു നിന്നും പണം സംഘടിപ്പിച്ചും വളരെ എക്സ്പെൻസീവായിട്ടുള്ള ട്രിപ്പുകൾ നടത്താറുണ്ട്. ആ വീഡിയോയിലൂടെ വ്യൂസിലൂടെ കിട്ടുന്ന പണം കൊണ്ട് അവർക്കത് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് അവർ ചിന്തിക്കുക. പക്ഷേ ചിലപ്പോഴൊക്കെ അത് സംഭവിക്കാറില്ല. ഇങ്ങനൊരു അപകടം ട്രാവൽ വ്ളോഗിങ്ങിലുണ്ട് എന്ന് പല ആൾക്കാരും ആലോചിക്കാറില്ല എന്ന് വ്ളോഗിനെ ഇഷ്ടപ്പെടാത്തവർ പറയുന്നു. വ്ളോഗുകൾ ഒരു അപകടമാണെന്ന് പറയുന്നവർ പറയുന്നു. വ്ളോഗ് ഒരു അപകടമാണെന്ന് പറയുന്നവർ വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് മറ്റൊരു ദിവസം കേൾക്കാം. എന്തായിരുന്നാലും ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ല. എൻ്റെ അഭിപ്രായം ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. വ്ളോഗ് നല്ലതാണെന്നും പറയാൻ പറ്റില്ല, മോശമാണെന്നും പറയാൻ പറ്റില്ല. ഇത് കാണുകയും ചെയ്യുകയും ചെയ്യുന്നവൻ്റെ കയ്യിലാണ്. നിങ്ങൾക്ക് ബുദ്ധി, ബോധം, പക്വത ഇത് മൂന്നുമുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇത് മൂന്നുമില്ലെങ്കിൽ വ്ളോഗ് മാത്രമല്ല, എല്ലാം ഒരു കുഴപ്പമാണ്. ഇന്നത്തെ വിഷയത്തിൽ നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും കമൻസിലൂടെ ഷെയർ ചെയ്യൂ.